തിരുവോണം ടോക്സിക് മലയാളികൾ കാണാൻ പോവാണ്. സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. A few years later. All know the cinema and I wouldn't want to say it. And one of Kasaba. ഗീതു മോഹൻദാസിന്റെ ഈ നിലപാടില്ലായ്മ പലരും ചോദ്യം ചെയ്തിരുന്നു. സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തന്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തന്റെ നിലപാടെല്ലാം കീഴ്മേലായിട്ട് മറിച്ച് ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ കൊടുത്താ പണി കൊല്ലത്തും കിട്ടുമെന്ന് ഒരു സെക്ഷൽ ഉപയോഗമായിട്ടൊരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. കുറച്ചൊക്കെ ഫാൻസി എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. കുറച്ച് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ടീച്ചറും ട്രെയിലറും കണ്ടപ്പോ why is our Geetu Mohandas doing this sort of film? I think you should give them all an answer right now. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും? ആരുടെയെങ്കിലും പേര് പറഞ്ഞു കൊടുക്കോ? Well, I don't think I'm objectified, firstly. Secondly, I feel that it's very important for people to watch the film and then for the makers to talk about it. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് WCCയുടെ വാദം. എന്നാൽ ഇന്ന് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ, WCCയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയെ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു. ഈ പ്രയോഗങ്ങൾ കൊണ്ട് വല്ല ഫലം ഉണ്ടാവും. ഫലം ഉണ്ടാവുമ്പോഴേ ഫലത്തെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. ഓ, ഈ ചത്തതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ എന്ന് പറയുന്ന പോലെ അല്ലേ? സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ വേണ്ടി ഗീതു റെഡിയാണ്. നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്, ബിക്കോസ് ഗീതുവും ഈ ടീമും ആ ഒരു സിനിമ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം very 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 clear about it. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ലൈംഗിക ബന്ധത്തിൽ തന്നെ വളരെയധികം ക്ലോസപ്പ് ഷോട്ട്സുകളും ഒക്കെ ആയിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത്. ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. പിന്നെ എന്തോ വിചാരിച്ച് മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചോ? ഇപ്പൊ വിഷമായില്ലേ? ഇപ്പൊ സമാസം. I was definitely disappointed to watch an actor par excellence whom I many films of his have watched. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. To a woman in a scene. ഇത് എവിടെയെങ്കിലും കൂടെ കള നോക്കാം. പ്രത്യേകിച്ച് WCC സമയത്ത്, പ്രത്യേകിച്ച് കസബ പോലൊരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും എഗെയിൻസ്റ്റുമായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ്. അതിനെ സത്യം, പക്ഷേ ഞാൻ കള്ളം പറയുകയില്ല, അത് മറ്റൊരു സത്യം. ഇത്രയധികം ബാധിച്ചുകൊണ്ടിരുന്ന WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നേ കൊള്ളാം, മലർന്ന് കീറി പോകരുത്. ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? Who happened to say certain dialogues which were not only derogatory but most saddening. Such a horrible lady.